ഇനി ഒരു നാലാമത്തെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് EMF ഇക്വേഷൻ ഡെറിവേഷനായിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ നിങ്ങൾ ആ EMF ഇക്വേഷൻ അറിഞ്ഞിരിക്കുക. നമ്മുടെ EMF ഇക്വേഷൻ എന്ന് പറയുന്നത് E = P5ZN/60A എന്നുള്ളതാണ് നമ്മുടെ EMF ഇക്വേഷൻ. ഓക്കെ, ഇത് കാണാതെ പഠിച്ചേ പറ്റൂ, ഇത് കാണാതെ പഠിച്ച് വെക്കുക. അതിൽ നിന്ന് P എന്ന് പറയുന്നത് എന്താണ്? നമ്പർ ഓഫ് പോൾസ് ആണ്. ഫൈ എന്ന് പറയുന്നത് ഫ്ലക്സ് ആണ്, ഫ്ലക്സ് ഇൻ വെബറാണ്. Z എന്ന് വെച്ചാൽ നമ്പർ ഓഫ് കണ്ടക്ടേഴ്സ് ആണ്. N എന്ന് പറഞ്ഞാൽ സ്പീഡ് ഇൻ RPM ആണ്. A എന്ന് വെച്ച് കഴിഞ്ഞാൽ പാരലൽ പാത്താണ്. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻ ആദ്യമേ അറിഞ്ഞു വെച്ചിരുന്ന കുറച്ചും കൂടി അറിയാത്തവർക്ക്, ഞാൻ പഠിക്കാൻ പ്രയാസമുള്ളവരുടെ കാര്യമാണ് പറയുന്നത്, അപ്പോൾ അങ്ങനെയുള്ളവർക്ക് കുറച്ചുകൂടി പെട്ടെന്ന് അത് എഴുതാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ തുടങ്ങുന്നത് തന്നെ ഈ പറഞ്ഞ ഓരോ ടേംസും എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് വേണം EMF ഇക്വേഷൻ തുടങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ ലെറ്റ് P = നമ്പർ ഓഫ് പോൾസ്, phi = ഫ്ലക്സ് പെർ പോൾ ഇൻ വെബർ, Z = നമ്പർ ഓഫ് കണ്ടക്ടേഴ്സ്, സ്പീഡ് ഇൻ RPM, A is the number of parallel path. അപ്പോൾ ഇത്ര എഴുതിയതിന് ശേഷം, എക്സ്പ്ലെയിൻ ചെയ്തതിന് ശേഷം നമ്മൾ പറയാം അക്കോർഡിംഗ് ടു ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ, ഫാരഡേസ് ലോ അനുസരിച്ച് E = dφ/dt. dφ എന്താണ്? dφ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ഫ്ലക്സ് ആണ് അല്ലേ. അപ്പോൾ ഫ്ലക്സ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും? പോൾസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പം പോൾസിൻ്റെ എണ്ണം 2 ഉള്ളെങ്കിൽ, 2 പോൾസ് ഉള്ളെങ്കിൽ ഫ്ലക്സ് കുറവായിരിക്കും. പോൾസിൻ്റെ എണ്ണം 4 ഉണ്ടെങ്കിൽ ഫ്ലക്സിൻ്റെ എണ്ണം കൂടും. അപ്പം പിയും ഫ്ലക്സും, അതായത് പോൾസിൻ്റെ എണ്ണവും ഫ്ലക്സും ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണ്. അപ്പോൾ നമുക്ക് dφ = P5 എന്ന് എഴുതാം. dt എന്ന് പറഞ്ഞാൽ എന്താ? ടൈമാണ് അല്ലേ. ഈ ഫ്ലക്സ് കട്ട് ചെയ്യുന്ന റേറ്റ് അല്ലെങ്കിൽ ടൈം ആ മെഷീൻ്റെ സ്പീഡിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓക്കെ, ആർമേച്ചർ റൊട്ടേറ്റ് ചെയ്യുന്ന സ്പീഡിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതുകൊണ്ട് dt പകരം നമുക്ക് N/60 എന്ന് എടുക്കാം. N ആണ്. dt = N/60 എന്ന് എടുത്ത കാരണം ഇത് RPM റൊട്ടേഷൻസ് പെർ മിനിറ്റിലായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞിരുന്നത്. അതിനെ സെക്കൻഡ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് 60 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഒരു റെവല്യൂഷൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ for 1 revolution ആകുമ്പോഴത്തേക്കും dt = 60/N എന്ന് വരും. ഓക്കെ, ഇനി dφയ്ക്കും dtയ്ക്കും പകരം നമുക്ക് ഇത് അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. dφ/dtയ്ക്ക് പകരം P5/60/N എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഈ താഴെയുള്ള N അങ്ങ് മുകളിൽ പോവും, P5N/60 എന്ന് വരും. ഇനി ഇതെന്ന് പറയുന്നത് എന്താണ്? ഈ P5N എന്ന് പറയുന്നത് N/60 എന്ന് പറയുന്നത് ഒരു കണ്ടക്ടറിനകത്തുണ്ടാകുന്ന EMF ആണ്. അങ്ങനെ ഒരു കണ്ടക്ടർ അല്ലല്ലോ ഒരു മെഷീനകത്തുള്ളത്, ഒരുപാട് കണ്ടക്ടേഴ്സ് ഉണ്ടാവും അല്ലേ. ഫോർ എക്സാമ്പിൾ Z നമ്പർ ഓഫ് കണ്ടക്ടേഴ്സ് ഉണ്ടെങ്കിൽ E = നമുക്ക് എന്ത് ചെയ്യാം? E = P5ZN/60 എന്ന് എഴുതാം. ഇനി ഈ ഇക്വേഷനകത്ത് ആരാ വരാനുള്ളത്? പാരലൽ പാത്ത് എയും കൂടി വരാനുള്ളൂ അല്ലേ. അപ്പോൾ നമുക്ക് എഴുതാം കൺസിഡറിങ് A നമ്പർ ഓഫ് പാരലൽ പാത്ത് കൂടി കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ E = P5ZN/60 എന്ന് എഴുതാം. ഇനി A എന്ന് പറയുന്നത് = 2 ആയിരിക്കും ഫോർ വേവ് വൈൻഡിങ്, A = P ഫോർ ലാപ്പ് വൈൻഡിങ്. അപ്പോൾ ഇത്ര എഴുതി കഴിഞ്ഞാൽ നമ്മുടെ EMF ഇക്വേഷൻ്റെ ഡെറിവേഷനായി.